നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ബ്ലാസ്റ്റ് ചെയ്യുക. അതിഗംഭീരമായ അവസാന നിമിഷ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ജയം, തുടർച്ചയായ രണ്ടാമത്തെ ജയം, കഴിഞ്ഞ 4 മത്സരങ്ങളിൽ മൂന്നാമത്തെ ജയം, ഉഗ്രൻ ജയം. അവസാന നിമിഷം, കളിയുടെ അവസാന നിമിഷം എന്ന് തന്നെ പറയാം. അവസാന ഘട്ടത്തിൽ 94-ാമത്തെ മിനിറ്റിൽ മറ്റിയാസ് ഹെർണാണ്ടസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടുന്നു. അങ്ങനെ 1-നെതിരെ 2 ഗോളുകൾക്ക് കൊച്ചിയിൽ, കലൂരിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒഡീഷ FC-യെ തകർക്കുന്നു. ആദ്യ പകുതിയുടെ 12-ാമത്തെ മിനിറ്റിൽ വിക്ടർ ബർത്തോമിയോ, ആ പേര് ഇനി അറിയാത്തവരാരും ഉണ്ടാവില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ. എന്തായാലും ബർത്തോമിയോ 12-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചു ആദ്യ ഗോളിലൂടെ, ഗംഭീര ഗോളിലൂടെ. എന്നാൽ 27-ാമത്തെ മിനിറ്റിൽ ഒഡീഷ FC റഹീം അലിയിലൂടെ ഈക്വലൈസർ നേടി, സമനില നേടി. പിന്നീട് അങ്ങോട്ട് ആദ്യ പകുതി മുഴുവൻ ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞു കളിച്ചെങ്കിലും ഗോളൊന്നും നേടാനായില്ല. രണ്ടാമത്തെ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പതിഞ്ഞു എന്ന് പറയാതെ വയ്യ, ഒന്ന് താണു. അവരുടെ ഗോൾ കീപ്പർ അർഷ് ഗംഭീരമായ 2-3 സേവുകളിലൂടെ ടീമിനെ പിടിച്ചു നിർത്തി, തൂങ്ങി നിർത്തി. അത് പറയാതെ വയ്യ. അർഷ് കാരണമാണ് ബ്ലാസ്റ്റേഴ്സ് കളിയിൽ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും തൂങ്ങി നിന്നത്. ഒടുവിൽ 94-ാമത്തെ മിനിറ്റിൽ, 90 മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തിൻ്റെ 4-ാമത്തെ മിനിറ്റിൽ മറ്റിയാസ് ഹെർണാണ്ടസിലൂടെ ഉഗ്രൻ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി. പക്ഷേ ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിന് ഒപ്പം നിന്നു. ആ അധിക സമയത്തിൻ്റെ അവസാന നിമിഷത്തിൽ സ്വീഡിക്കയ്ക്ക് ഒഡീഷ FC-ക്ക് വേണ്ടി ഒരു ഗോൾ അടിച്ച് സമനിലയിലാക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ സ്വീഡിക്കയ്ക്ക് ലക്ഷ്യം കാണാനായില്ല. അതോടെ 3 പോയിൻറ്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു. 3 പോയിൻറ്റുമായി 11 കളികളിൽ 11 പോയിൻറ്റുമായി 9-ാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ഉയർന്നു. സ്വീഡിക്ക ആ ഗോൾ അടിച്ചിരുന്നെങ്കിൽ 1 പോയിൻ്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് കിട്ടുക. പക്ഷേ ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് 3 പോയിൻറ്റും കിട്ടി. അങ്ങനെ കഴിഞ്ഞ 4 കളികളിൽ 3-ാമത്തെ ജയം, തുടർച്ചയായ 2-ാമത്തെ ജയം ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിൽ. എന്തായാലും കോച്ച് വെസ്റ്റ്വുഡ് തകർക്കുകയാണ്, ആഷ്ലി വെസ്റ്റ്വുഡ് തകർക്കുകയാണ്. അത് പറയാതെ വയ്യ. എങ്ങനെയാണ് ഈ ടീമിനെ വീണ്ടും തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് തുടരെ യാത്ര ചെയ്തിരുന്ന ഒരു ടീമിനെ ഒരു സീസണിൻ്റെ പകുതിയിൽ അതിൻ്റെ കോച്ചായി സ്ഥാനമേറ്റ് തുടരെ വിജയിപ്പിക്കാൻ വെസ്റ്റ്വുഡിന് കഴിയുന്നു എന്ന് പറയുന്നത് ഒരു മാജിക്ക് തന്നെയാണ്. വെസ്റ്റ്വുഡ് സ്ഥാനമേറ്റെടുത്തപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, എനിക്ക് മാജിക്കൊന്നും അറിയില്ല, മാജിക്കൊന്നും പ്രതീക്ഷിക്കും വേണ്ട എന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ വെസ്റ്റ്വുഡ് മാജിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ട് അത് പറയാതെ വയ്യ. അത്രമാത്രം സന്തോഷകരമാണ് കാര്യങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകാനൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്കും അറിയാം. പക്ഷേ ആത്മാഭിമാനം നിലനിർത്തുന്ന നിലയിൽ, ടീമിൻ്റെ മാനം രക്ഷിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു. എവിടെയോ കിടന്നിരുന്ന, ഒരു കുഴിയിൽ കിടന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർന്നു വരുന്നു. അങ്ങനെ വിജയപാതയിൽ ആദ്യ പകുതിയിൽ ഗംഭീരമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പക്ഷേ 2-ാം പകുതിയിൽ തീരെ താഴേക്ക് പോയി. പക്ഷേ അർഷ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളി, പലപ്പോഴും രക്ഷകനായി അവതരിച്ചു. അങ്ങനെ 94-ാമത്തെ മിനിറ്റിൽ ഗോളടിക്കാൻ മറ്റിയാസ് ഹെർണാണ്ടസ് ഉണ്ടായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു ടീം എന്ന നിലയിൽ മികച്ച നിലയിൽ കളിച്ചു. വേണ്ട മാറ്റങ്ങൾ, കൃത്യമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 2-ാം പകുതിയിൽ നിഹാൽ നിതീഷിനെ പിൻവലിക്കുകയും പോലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വെസ്റ്റ്വുഡ് കൃത്യമായ സ്ഥാനത്ത് സ്ട്രാറ്റജിക്കലി അത് നടപ്പിലാക്കി. അജ്സലിനെ കൊടുന്നു, നിഹാൽ നിതീഷിനെ പിൻവലിച്ച അജ്സലിനെ കൊടുന്നു. അങ്ങനെ വേണ്ടതെല്ലാം വെസ്റ്റ്വുഡ് ചെയ്തു. അതെല്ലാം കൃത്യമായിരുന്നു കളിക്ക്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവർക്കും അഭിമാനകരമായ ഒരു വിജയം കൂടി നേടിയിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ശരിക്കും കരകയറി 9-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ലീഗിൽ. അതൊരു ചെറിയ കാര്യമല്ല. ഒഡീഷ മറുവശത്ത് ഒഡീഷ FC 13
സ്ഥാനത്താണ്, 13-ാമത്തെ സ്ഥാനത്താണ്. വെറും 6 പോയിൻ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇവർക്കൊക്കെ താഴെ കിടക്കുകയായിരുന്ന ബ്ലാസ്റ്റേഴ്സ് വെസ്റ്റ്വുഡ് സ്ഥാനമേറ്റെടുത്ത് ഒട്ടും വൈകാതെ തന്നെ ഈ നിലയിലേക്ക് എത്തിയെങ്കിൽ അതിൽ ആ കോച്ചിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു ടീം എന്ന നിലയിൽ ഉജ്ജ്വലമായി കളിച്ചു. ബ്ലാസ്റ്റേഴ്സിന് എല്ലാ അഭിനന്ദനങ്ങളും.